കാർ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് കാറാണ്. എലോൺ മസ്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചറിസ്റ്റ് കാറാണ്. നമ്മളിപ്പോൾ ഒരു ടെസ്ലയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മോഡൽ കാറ് കാണിച്ചു തരാണ്ട് പോവാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതായത് ഫ്രണ്ടിൽ ഗിയർ, ബ്രേക്ക്, അതേപോലെ തന്നെ സ്റ്റിയറിങ് ഇല്ലാത്ത കാർ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഞാനും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു കാറ് കാണുകയാണ്. ഈ കാർ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് കാറാണ്. എലോൺ മസ്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചറിസ്റ്റ് കാറാണ്. ഇത് ഇതുവരെ പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടില്ല. ഇപ്പോഴും ഇതിൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാറിൽ ഒരു ഗിയർ പാഡോ, ഗിയർ ലിവറോ, ക്ലച്ചോ, സ്റ്റിയറിങ് അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല. ജസ്റ്റ് ഡ്രൈവർലെസ് കാർ ഉണ്ടായിട്ടുണ്ട്. മറ്റേ വീമോയുടെ ഒക്കെ US-ലൊക്കെ അവൈലബിൾ ആണ് ഡ്രൈവർലെസ് കാറുകൾ, ഗൾഫ് കൺട്രീസിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇതിന് അതിൽ സ്റ്റിയറിംഗ് ഉണ്ട്. പക്ഷേ ഇതിൽ സ്റ്റിയറിംഗ് ഒന്നുമില്ല. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും. നമ്മൾ ആദ്യമായിട്ടാണ് കണ്ടത്. ഇത് കാണിച്ചു തരാം, വാ. അപ്പോൾ ഇതാണ് ആ കാറ്. ആദ്യം കാറിൻ്റെ ഫ്രണ്ടെന്ന് കാണിച്ചു തരാം. ഇതാണ് കാറിൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് ഇങ്ങനെ വന്നിട്ട് നേരെ വന്ന് ഇതതിൻ്റെ ഡോറാണ്, തുറന്ന് വെച്ചിരിക്കുകയാണ്. ഇതാ ഇത് കാറിൻ്റെ ഫ്രണ്ടിലെ വ്യൂ ആണ്. കണ്ടില്ല, ഇവിടെ ഒന്നുമില്ല. ഇവിടെയാണ് സ്റ്റിയറിംഗ് വേണ്ടത്. സ്റ്റിയറിംഗ് ഇല്ല, ലെഫ്റ്റും ഇല്ല, റൈറ്റും ഇല്ല, എവിടെയും സ്റ്റിയറിംഗ് ഇല്ല. നേരെ വന്ന് ഇവിടെ ആകെ 2 ഡ്രൈവർ സീറ്റിലൂടെ ഒരു ഡ്രൈവറും അതിലൊരു കോ ഡ്രൈവറും, അതിൽ 2 സീറ്റ്, 2 ഡ്രൈവർ, 2 പാസഞ്ചേഴ്സ് മാത്രമാണ്. ഓൺലി 2 സീറ്റ്സ് മാത്രമേ ഇവിടെ, വേറെ ഒന്നുമില്ല. ഇതിന്റെ പുറകിൽ വരുന്ന ലഗേജ് സ്പേസ് ആണ്, ബോട്ട് സ്പേസ് ആണ്. ഓൺലി ലഗേജിന് വേണ്ടി മാത്രമുള്ളതാണ്. ആകെ 2 പാസഞ്ചേഴ്സ്, ഈ ഫ്രണ്ടിൽ കാണുന്ന 2 പാസഞ്ചേഴ്സ് സീറ്റ് മാത്രമാണ് ഇവിടെ വരുന്നത്. അടിപൊളിയല്ലേ? ഇത് ടയറിന്റെ പ്രത്യേകം. ഇത് അതുപോലെ തന്നെ ഫ്രണ്ട് കാണുന്നത്. ഫ്രണ്ടിൽ ഒരു വലിയൊരു ഡിസ്പ്ലേ ഉണ്ട്. വലിയൊരു ഒരു 17-18 ഇഞ്ച് സ്ക്രീനിൽ ഒരു സ്ക്രീൻ, ജസ്റ്റ് ഒരു ടച്ച് സ്ക്രീൻ മാത്രമുണ്ട്. അത് ഈ പാസഞ്ചേഴ്സിന് ഇതുപോലെ ഡിസ്പ്ലേയിൽ എന്താ നമുക്ക് TV അതുപോലെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. വ്യൂ വഴിയൊക്കെ കാണാൻ പറ്റുമായിരിക്കും, അറിഞ്ഞുകൊണ്ട് എന്താണ്. അപ്പം ആ ഒരു സ്ക്രീൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഫ്രണ്ടിൽ വേറെ ഒന്നുമില്ല, ഇത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ്, ഒറ്റ റൗണ്ട് ഷേപ്പാണ് ഡിസൈൻ വരുന്നത്. ടയർ അല്ലേ? ടയർ ഇതാണ് ഇതിൻ്റെ ടയർ. ഓ, സോ ക്രേസി. പക്ഷെ ഇവിടെ ഒരു സാധാരണ ടയർ പോലെ തന്നെ അല്ലേ? മറ്റേ സാധാരണ പോലെ തന്നെ ഇത് നേരെ ഒന്ന് പുറകിലോട്ട്, ഈ ട്രങ്ക് പുറകിലോട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ്സ് എവറിത്തിങ്, എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു സ്ക്രീനിലാണ്. സ്ക്രീനിലെ ബട്ടൺസാണ് എവറിത്തിങ്, എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇല്ലാത്ത ഫ്രണ്ടിൽ വേറെ ഒന്നുമില്ല, ആകെ ഈ ഒരു സ്ക്രീൻ മാത്രമേ ഉള്ളൂ. എല്ലാം ഈ സ്ക്രീനിലാണുള്ളത്. ഇവിടെ 2 സീറ്റ് ഉണ്ട്. ഈ സീറ്റിൽ ഇതുപോലെ തന്നെ എവിടെയെങ്കിലും വെക്കാനുള്ള സംഭവം, വേറെ സംഭവം ഒന്നുമില്ല. ഫോർട്രസ്റ്റ് അത്ര മാത്രമേ ഉള്ളൂ. മുകളിലൊന്നും ഉണ്ടോ? ഇല്ല, മുകളിലൊന്നുമില്ല, അത്ര മാത്രമേ ഉള്ളൂ. ഓ, നൈസ്. അപ്പോൾ ഇത് ടെസ്ലയുടെ ഏറ്റവും പുതിയ ഫ്യൂച്ചറിസ്റ്റ്, അതായത് 2026, 2027 ഇതിൻ്റെ ഒരു പബ്ലിക്കായിട്ട് ഇത് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക, കാനഡ, നോർത്ത് അമേരിക്കയിൽസ് മാത്രം ഇതിപ്പം നോർത്ത് അമേരിക്കയിൽ മാത്രമാണ് ഇവരിപ്പം പ്ലാൻ ചെയ്യുന്നത്. ഓൺലി US, കാനഡ മാത്രമാണ്. വേൾഡിൽ അത് മാത്രമാണ് ഇപ്പം ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും എലോൺ മസ്കിൻ്റെ കണ്ടുപിടുത്തല്ലേ, അടിപൊളിയാണ്.